ഹലോ കുട്ടികളെ, ഇന്ന് ഉച്ചത്തേക്കുള്ള സ്പെഷ്യൽ ഇതാ ഇവനാണ് കേട്ടോ. നല്ല ഒന്നാന്തരം കൂടുതലാണ്. അപ്പോൾ അമ്മ ഇതെല്ലാം വെട്ടി ക്ലീനാക്കി നല്ല പോലെ കഷ്ണിച്ച് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉച്ചയോണിലുള്ള മറ്റു കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഷ്ണിച്ച് വെച്ച മീൻ കുറച്ച് ഹെൽത്തി ആയിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അങ്ങനെ മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കി ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ട് എയർ ഫ്രയറിലെല്ലാം കൂടെ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കിടിലനൊരു മീൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ ഒക്കെ പൊട്ടിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും സവാളയും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു പകുതി സവാള മാത്രമാണ് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മതിരിപ്പ് ഉണ്ടാവും. എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരണം. നന്നായി ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം പിന്നെ നമുക്ക് മസാലപ്പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടെ ചേർത്ത് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ചുള കുടപ്പുളിയായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്, അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആ മീൻ വേകുന്നതിന് മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത മീനിന് നല്ല പോലെ നെയ്യൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കിഡിലൻ ഒരു ചൂരക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ചോരാന്നോ കൊടുതാന്നൊക്കെ പറയാം. അങ്ങനെ നല്ല സൂപ്പറായിട്ടുള്ള മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് തലേന്ന് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. പൊട്ടിൻ്റെ കൂടെയായാലും ചോറിൻ്റെ കൂടെയായാലും കിഡിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അത്രയേ ഉള്ളൂ. ടാ.